ബാംഗ്ലൂരിൽ 48 വയസ്സുള്ള ശോഭ എന്ന് പറയുന്ന സ്ത്രീ ജീവിച്ചു വരികയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവർ ഡിവോഴ്സ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് 2 കുട്ടികളുണ്ട്. സുപ്രിയ അതുപോലെ തന്നെ അർഷിത എന്ന് പറയുന്ന 2 പെൺകുട്ടികളാണ് ഉള്ളത്. സെപ്പറേറ്റ് ആയപ്പോൾ അർഷിത എന്ന് പറയുന്ന പെൺകുട്ടി ഇവളുടെ കൂടെ പോവുകയാണ്. സുപ്രിയ എന്ന് പറയുന്ന മൂത്ത പെൺകുട്ടി അച്ഛൻ്റെ കൂടെയും പോയി. ഇവളാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന ഒരുത്തിയായിരുന്നു. നല്ല രീതിയിൽ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി ജീവിച്ച് വരുന്ന ഒരുത്തിയായിരുന്നു ഇവള്. അതുപോലെ തന്നെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇവളെ എക്സ് ഹസ്ബൻഡ് ആണെങ്കിലും നല്ല രീതിയിൽ ജീവിച്ച് വരുന്ന ഒരുത്തൻ തന്നെ ആയിരുന്നു. സുപ്രിയയുടെ വിവാഹം നല്ല രീതിയിൽ തന്നെ അയാൾ നടത്തുകയാണ്. ബാംഗ്ലൂരിൽ തന്നെ നല്ല രീതിയിൽ ഒരു ബിസിനസ് മാനിക്കായിരുന്നു അവളെ കെട്ടിച്ചു കൊടുത്തത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മകളായ അർഷിതയും ഇവളും കെട്ടിച്ചു വിടുകയാണ്. അതും നല്ലൊരു ബിസിനസ്മാന് തന്നെയായിരുന്നു കെട്ടിച്ചു വിട്ടത്. 2 മക്കളും സെപ്പറേറ്റ് ആണെങ്കിൽ കൂടിയും, അതായത് ഡിവോഴ്സ് ആയതിനു ശേഷം ഒരു കുട്ടി അച്ഛൻ്റെ കൂടെയാണെങ്കിലും മറ്റേ കുട്ടി അമ്മയുടെ കൂടെയാണെങ്കിലും ഇവർ മീറ്റ് ചെയ്യൽ പതിവായിരുന്നു. പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ടായിരുന്നു ഇവർ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ കൂടി ഏപ്രിൽ 4, 2024 അർഷിത എന്ന് പറഞ്ഞ് ഇവളുടെ വിവാഹം കൂടി കഴിയുകയാണ്. ഇവർ 2 പേരും ഈ അമ്മയുടെ കൂടെയായിരുന്നു കുറച്ച് ദിവസങ്ങളോളം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിൽ ഏപ്രിൽ 16 വീട്ടിലോട്ട് ഇവൾ പോവുകയാണ്. ഇവളെ വീട് നല്ല രീതിയിൽ ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏപ്രിൽ 19 അമ്മയെ രാവിലെ തൊട്ട് വിളിച്ചിട്ടും ഈ അമ്മ ഫോൺ റെസ്പോൺസ് ചെയ്യുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൂത്ത ഏട്ടത്തിയെ വിളിച്ചുള്ള കാര്യം മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മൂത്ത ഏട്ടത്തി വിളിച്ചിട്ട് ഈ ഫോണൊന്നും എടുക്കുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഓഫ് ആകുകയാണ്. ഈ അർഷിതയ്ക്ക് ചെറിയ രീതിയിലുള്ള വേവലാതിയും അതുപോലെ തന്നെ ഇവർക്ക് ചെറിയ രീതിയിലുള്ള വെപ്രാളം കാരണം മൂത്ത ഏട്ടത്തിനെ വിളിക്കുകയാണ്. അതായത് ഈ അർഷിതയുടെ വീട്ടിൽ നിന്നും നല്ല ദൂരമുണ്ട് ഈ അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ. പക്ഷേ സുപ്രിയയുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. സുപ്രിയനെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. സുപ്രിയ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ആ വീട്ടിലെത്തിയത് ഏകദേശം രാത്രി 10 മണിയോട് കൂടിയാണ് ആ വീട്ടിലെത്തിയത്. ആ വീട് നോക്കിയാണെങ്കിൽ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട് മുൻവശത്തെ. ഇവൾ ചിന്തിക്കുകയാണ് അമ്മ എന്താണ് ഈ രാത്രി 10 മണിയായിട്ട് വാതിൽ തുറന്നിട്ടത് എന്ന് ചിന്തിക്കുകയാണ്. ഹാളിലുള്ള ലൈറ്റൊക്കെ ഓഫായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് നോക്കുന്ന ടൈമിൽ ഇവൾ കണ്ടത് നല്ല അച്ചടക്കത്തിൽ തന്നെ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. മറിച്ച് നേരെ ബെഡ്റൂമിലോട്ട് പോയി നോക്കുമ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. ഇവളെ അമ്മ നഗ്നയായി അവിടെ മരിച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു ഇവൾക്ക് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ ഇവൾ 2 ഫോൺ കോൾ ചെയ്യുകയാണ്. അനിയത്തിയായ അർഷിതയും വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ പോലീസുകാരും വിളിച്ച് പറയുകയാണ്. പോലീസുകാർ നേരെ ആ സ്ഥലത്തെത്തിയതിനു ശേഷം പോലീസുകാർ ബോഡി പെട്ടെന്ന് തന്നെ ഓട്ടോപ്സിക്കും കാര്യങ്ങൾക്കും വേണ്ടി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. പോലീസുകാരുടെ നിഗമനം എന്ന് പറയുന്നത് കുടിച്ചു വരുന്ന വഴിക്ക് ഹാർട്ട് അറ്റാക്ക് മൂലം അവിടെ വീണതായിരിക്കുമെന്നായിരുന്നു. മറിച്ച് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വന്നപ്പോഴാണ് പോലീസുകാർക്ക് ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലുള്ള കാര്യം മുഴുവൻ തിരിയുന്നത്. അവളെ കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു ഇവളെ കൊലപാതകം ചെയ്തത്. അതുമാത്രമല്ല ഇവൾക്ക് റേപ്പും ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഈ കൊലപാതകയെ പിടിക്കാൻ വേണ്ടിയുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന ഇടയിൽ തന്നെ ഇവളെ മൊബൈൽ പോലീസുകാർ ചെക്ക് ചെയ്തു. പോലീസുകാർ ചെക്ക് ചെയ്തിട്ട് അതിൽ ഇതാരൊക്കെയാണ് നമ്പർ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി 2 മക്കളെയും കൂട്ടത്തിൽ വിളിക്കുകയാണ്. കൺസിസ്റ്റൻസ് ആയിട്ട് വിളിക്കുന്ന നമ്പറുകൾ പോലീസുകാർ എടുത്തതിന് ശേഷം ആ നമ്പറുകൾ മുഴുവൻ നോട്ട് ചെയ്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ ബന്ധുക്കളുടെ നമ്പറായിരുന്നു. അതിൽ ഒരു അനോണിസ്മെൻസ് ആയിട്ടുള്ള ഒരു നമ്പർ പോലീസുകാർ നോട്ട് ചെയ്തു. അത് ഈ 2 മക്കൾക്കും അറിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സൈബർ സെല്ലിലെല്ലാം കൊടുത്തതിന് ശേഷം ആ മൊബൈൽ നമ്പർ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്ന രീതിയിലുള്ള അന്വേഷണം നടത്തിയാണ്. ആ നമ്പർ നവീൻ ഗൗഡ എന്ന് പറയുന്ന 27 വയസ്സുകാരൻ്റെ നമ്പറാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഈ അമ്മക്ക് എന്താണ് ഈ 48 വയസ്സ് പ്രായമുള്ള ഈ അമ്മക്ക് എന്താണ് ഈ 27 വയസ്സുള്ള ഇവരുമായിട്ടുള്ള ബന്ധമെന്ന് മക്കളുടെ മനസ്സിൽ തന്നെ ചോദ്യം വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നവീൻ ഗൗഡയെ പോലീസുകാർ പിടിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതായത് വീട്ടിൽ നിന്നും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ വേറെ രീതിയിലുള്ള തെളിവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല വീട്ടിൽ നിന്നും കുറേ സ്വർണ്ണങ്ങളും ആഭരണങ്ങളും റോബറി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നവീൻ ഗൗഡയെ വിളിച്ച് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴാണുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ തിരിയുന്നത്. ഇവൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഈ നവീൻ ഗൗഡയെ പരിചയപ്പെടുന്നത്. ഈ നവീൻ ഗൗഡയും അതുപോലെ തന്നെ ഇവൾ പരിചയപ്പെടുകയാണ്. അതായത് ഇവർ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു. പിന്നീടാണ് 2 പേരും തമ്മിൽ ബന്ധപ്പെടുന്നത്, നേരിട്ട് കണ്ട് അതുപോലെ തന്നെ സംസാരിക്കുന്നത്. ഇവർക്ക് 35 വയസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നവീൻ ഗൗഡയെ കോൺടാക്ട് ചെയ്യുന്നത്. നവീൻ ഗൗഡക്കാണെങ്കിൽ 27 വയസ്സാണ്. അതൊക്കെ കൊണ്ട് തന്നെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊന്നും ഇവളുമായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ഇവളും വേറെ ആരോടും കൂടി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് 27 വയസ്സുള്ള ഇവരുമായിട്ടുള്ള ബന്ധം, തനിക്ക് 2 കുട്ടികളുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതെ തന്നെ 2 പേരും സീക്രറ്റായി വെക്കുകയാണ്.
ഫോണിലുള്ള ചാറ്റിങ് പിന്നീട് രണ്ടുപേരും കൂടിയിട്ട് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ രണ്ടുപേരും കൈമാറുന്നുണ്ട്. അതിനുശേഷം വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങിയാണ്. പിന്നീട് രണ്ടുപേരും കൂടി തമ്മിൽ മീറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്തതിന് ശേഷം രണ്ടുപേരും പല സ്ഥലത്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മകളെ വിവാഹം കഴിയുകയാണ്. ഏപ്രിൽ 4, 2024 ഇവളെ മകളെ വിവാഹം കഴിഞ്ഞു. അതുപോലെ തന്നെ ഏപ്രിൽ 16, 2024 ഇവർ രണ്ടുപേരും സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ്. അതായത് മരുമകൻ്റെ വീട്ടിലോട്ട് ഇവളെയും കൂട്ടി പോയി. ഏപ്രിൽ 19 ഇവളെ വിളിച്ചു കൊണ്ടുവരികയാണ് വീട്ടിലോട്ട്. നവീനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോഴാണ് ഇവളെ റെഡിക്കുള്ള വയസ്സ് പറയുന്നത്. ഇവക്ക് 48 വയസ്സാണ് എന്ന്. ഇവനെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ അവിടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഏർപ്പെടുന്നിടത്ത് നിന്ന് തന്നെ വഴക്കാകുകയാണ്. അവിടെ ഇവൻ്റെ മുഖത്തടിച്ചതിന് ശേഷം രണ്ടുപേരും പ്രശ്നമായപ്പോഴാണ് ശ്വാസം മുട്ടിച്ച് അവളെ കൊലപാതകം ചെയ്തത് എന്നായിരുന്നു ഇവൻ പോലീസുകാരോട് പറഞ്ഞത്. മോഷണ ശ്രമത്തിനിടയിൽ കൊലപാതകം ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനാണ് വീട്ടിലുള്ള സ്വർണ്ണങ്ങൾ മുഴുവൻ മോഷ്ടിച്ചത്. അതിനുശേഷം ഞാൻ പുറത്തുള്ള കാറും മോഷ്ടിച്ചിട്ട് പോയത് എന്ന് പോലീസുകാരോട് പറയുകയാണ്. പിന്നീട് ആ കാറ് പോലീസുകാർ റിക്കവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ തെളിവെടുക്കാൻ വേണ്ടി ഇവനെ പോലീസുകാർ കൂട്ടി വരികയാണ് ചെയ്തത്. മറുവശത്തുണ്ടായ കുറച്ച് ആൾക്കാരെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇവളെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു നല്ല രീതിയിൽ പേഴ്സീവ് ഇൻകം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അതുമാത്രമല്ല ഇവളെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പണത്തിന് വേണ്ടി മാത്രമാണ് ഇവൻ ആ വീട്ടിൽ കയറിയത് എന്നായിരുന്നു മറുവശം കുറച്ച് ആൾക്കാർ പറയുന്നത്. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിരുന്നാലും വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷ. ഇറ്റ്സ് മീ അഫ്രാദ്.